നമ്മളിപ്പോൾ കാണുന്നതാണ് സ്വിഫ്റ്റ് ന്യൂ സ്വിഫ്റ്റിൻ്റെ VXi മോഡലാണ് കാണുന്നത്. ഇപ്പോൾ VXiയിൽ നമ്മൾ പഴയ മോഡലിനെ അപേക്ഷിച്ച് ഇപ്പം വന്നിട്ട് പ്രൊജക്ടർ ലാമ്പാണ്, അതോടൊപ്പം തന്നെ ഒരു ക്രോമിയം അറ്റാച്ച്മെൻറ്റ്, സ്മോക്ക്ഡ് ആണ്, കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സ് വന്നിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്, അപ്പോൾ അതും കാണാനായിട്ട് നല്ല രസമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബീഡിങ് പോലെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് എക്സ്റ്റൻഡർ പോലെ വൈറ്റ് വണ്ടിക്ക് താഴെ എല്ലാ വണ്ടിയിലും ഈ കളർ തന്നെ ആയിരിക്കും, ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഫ്രണ്ട് ബമ്പർ എക്സ്റ്റൻഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമാണ്. വീൽ സൈസ് ഒന്ന് 14 ഇഞ്ചാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട് സൈഡ് മിററിൽ വന്നിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. VXiയിൽ നമുക്ക് മിറർ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല, എന്നാൽ VXi ഓപ്ഷൻ എന്ന് പറഞ്ഞ വേറൊരു വേരിയൻറ്റും കൂടിയുണ്ട്. അതിനകത്ത് നമുക്ക് മിറർ ഇലക്ട്രിക്കലി തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. വണ്ടി കാണുമ്പോഴത്തേക്കും പിറകിൽ വന്നിട്ട് ലൈറ്റ് വരുമ്പോഴത്തേക്കും സ്മോക്ക്ഡ് ആണ്, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് പിറകിൽ വന്നിട്ടുള്ളത്. പിറകിൽ D4 ലൈൻസ് ഉണ്ട്. സൈഡും എല്ലാം കാണാൻ നല്ല കർവ് ഡിസൈനാണ്. ഫ്രണ്ട് ബമ്പറും എല്ലാം തന്നെ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന രീതിയിൽ കാണാൻ വണ്ടി മൊത്തത്തിൽ നല്ല ലുക്കാണ്. നമ്മൾ മുമ്പത്തെ VXiയിൽ വന്നിട്ട് ടച്ച് സ്ക്രീൻ അല്ല, നോർമൽ സ്റ്റീരിയോ ആയിരുന്നു. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ നിങ്ങൾ കാണുമ്പോൾ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോളും ബ്ലൂടൂത്ത് കൺട്രോളും ഉണ്ട്. ഔട്ട് സൈഡ് മിറർ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല, എന്നാൽ VXi പ്ലസ് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടെ VXi പ്ലസിൽ നമുക്ക് വരും. എല്ലാ ഡോറും പവർ വിൻഡോസ് വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു തീമിലാണ് ഇന്റീരിയർ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് VXi പ്ലസ് വണ്ടിയാണ്. അതിൽ അഡീഷണൽ ആയിട്ട് വരും നമ്മൾ കണ്ടായിരുന്നു, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഔട്ട് സൈഡ് മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സുസുക്കി കണക്ട് അറിയാമല്ലോ, മാരുതിയുടെ നമ്മുടെ വണ്ടിയായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്പ് സുസുക്കി കണക്ട് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് VXiയും VXi പ്ലസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പുതിയ സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, സേഫ്റ്റിയിൽ വളരെയധികം മുമ്പിലാണ്. ബേസ് ഓപ്ഷൻ തൊട്ട് തന്നെ നമുക്ക് 6 എയർ ബാഗിന്റെയും ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം തന്നെ നമുക്ക് ബേസ് ഓപ്ഷൻ തൊട്ട് തന്നെ വരുന്നുമുണ്ട്.